ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ന്യൂ ബ്ലോഗ്. ഇന്ന് ഞാൻ ഒരു ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ലോങ് വീഡിയോ അല്ല, അത്യാവശ്യം ഒരു 6 to 7 മിനിറ്റ്സേ ഉള്ളൂ. പിന്നെ ഞാൻ അത്യാവശ്യം ഇങ്ങനെ ലോങ് വീഡിയോസ് അതൊക്കെ ചെയ്യുന്നില്ല, ഷോർട്സ് വീഡിയോ മാത്രം, ബിക്കോസ് എനിക്ക് ഇത്രയ്ക്ക് സമയമില്ല. പക്ഷേ ഞാൻ ഫുള്ളായിട്ട് ട്രൈ ചെയ്യുക ഗൈസ്. സപ്പോസ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ എന്തായാലും ഞാൻ ലോങ് വീഡിയോസ്, എൻ്റെ ഡെയിലി ലൈഫ്, ഞാൻ എൻ്റെ ശരിക്കും ഒഡീസ പിന്നെ കേരള വന്നിട്ട് എങ്ങനെ ജീവിക്കുന്നത്, ആ ഒരു ഡെയിലി ബ്ലോഗ്സ് ഞാൻ എന്തായാലും ഇടാം. ഓക്കെ, ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്തിട്ട് എന്നോട് ജസ്റ്റ് നിങ്ങൾ മെൻഷൻ ചെയ്താൽ മതി. ഞാൻ എന്തായാലും ലോങ് വീഡിയോ എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യും. സോ ഗൈസ്, ഈ വീഡിയോയിൽ ഞാൻ എടുത്തത് നമ്മൾ മട്ടന്നൂർ പോകുന്നുണ്ടേനു. മട്ടന്നൂർ നമ്മൾ വീട്ടിൻ്റെ കുറച്ച് ദൂരമേ ഉള്ളൂ, 8 കിലോമീറ്റർ സംതിങ്. സോ നമ്മൾ ഞാൻ എൻ്റെ കുത്തുപറമ്പിൽ ഷോപ്പ് തുടങ്ങാൻ മുമ്പ് നമ്മൾ അത്യാവശ്യം മട്ടന്നൂർ തന്നെ പോകുന്നുണ്ട്. മട്ടന്നൂർ പോയിട്ട് അവിടെ ഒരു ലിങ്ക്സ് മോളുണ്ട്. ആ ലിങ്ക്സ് മാലിൻ്റെ മേലെ കുറേ കളിക്കുന്ന സാധനങ്ങളെല്ലാം ഉണ്ട്. ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്താ വേണ്ടത് അതെല്ലാം ഉണ്ട്. സോ അതുകൊണ്ട് നമ്മളെപ്പോൾ കൂട്ടിയിട്ട് പോകുന്നത്. പിന്നെ നമ്മൾ കുത്തുപറമ്പ് സൈഡായി, ഇനി മട്ടന്നൂർ വരാൻ ഒരു ആവശ്യം വന്നിട്ടില്ല. സോ അതുകൊണ്ട് അത്രക്കൊന്നും വരുന്നില്ല. ബട്ട് ഈ ഒരു പ്രാവശ്യം എൻ്റെ മോനെ ഭയങ്കര ഹാപ്പി ഉണ്ടായിരുന്നു. നമ്മൾ ഈവനിങ് കുറച്ച് ടൈം നമ്മൾ നോക്കിയിട്ട് മോനെ നമ്മൾ മട്ടന്നൂർ ലിങ്ക്സ് മോളിൽ കയറിയിട്ട് കൂട്ടിയിട്ടാണ് വന്നത്. സോ എല്ലാ സൈഡ് പറയുന്നുണ്ട് എങ്ങോട്ടാണ് പോകേണ്ടത്, ഏടിയാണ് പോകേണ്ടത്. എൻ്റെ മോനൊക്കെ ശരിക്കൊന്നും തിരിയുന്നില്ല. ജസ്റ്റ് എന്തെങ്കിലും ഒരു സാധനം വേണ്ടിയിട്ടാണ്. ശരിക്കും എൻ്റെ മോനില്ല ബണ്ടി ഭ്രാന്തിയാണ്. ഏടെങ്കിലും പോകുമ്പോൾ ബണ്ടി തന്നെ വേണം. ബട്ട് ഞാൻ പറഞ്ഞത് അതിക്ക് ഇനി ബണ്ടി വേണ്ട, ബിക്കോസ് നാളത്തേക്ക് പൊട്ടിക്കൂ. ഒരു ദിവസം വരെ നിൽക്കുന്നില്ല. അതുകൊണ്ട് പിന്നെ എത്ര വലിയ പൈസൻ്റെ എന്തിനാ വാങ്ങി കൊടുക്കേണ്ടത് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ച് ഈ ഒരു ഭ്രാന്ത കുറക്കാൻ നമ്മൾ നോക്കുന്നുണ്ട്. പക്ഷെ അത് ഒരിക്കലും ശരിയാവില്ല, എനിക്കറിയാം, ബിക്കോസ് ചെറിയ കുട്ടിയല്ലേ. അത് കുഴപ്പമില്ല, കുറച്ച് വലുതായി കഴിഞ്ഞിട്ട് ശരിയാവും തോന്നുന്നു. അത് നമുക്ക് പ്രാർത്ഥിക്കാം. സോ നമ്മളിപ്പോൾ മേലെ പോകാൻ നോക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് മേലെ പോകാൻ എൻ്റെ ലിഫ്റ്റ് നമ്മൾ നോക്കി, അത് ഓണായിട്ടില്ല. സോ അതുകൊണ്ട് നമ്മൾ മേലെ പോകാൻ നോക്കുന്നുണ്ട്. എനിക്ക് ചെറുങ്ങനെ ഷോപ്പിംഗ് ചെയ്യാനുണ്ടായിരുന്നു, പക്ഷെ അതുകൂടി നടന്നിട്ടില്ല. എൻ്റെ കാര്യം ഒരിക്കലും നടക്കില്ല. സോ ഇന്ന് നമ്മൾ എൻ്റെ മോനൻ്റെ കാര്യം മാത്രം നടക്കട്ടെ വിചാരിച്ചു. നമ്മൾ മേലെ പോയിട്ട് ശരിക്കും എൻ്റെ മോനക്ക് അവിടെ തന്നെ പോകണം. വേറെ ഒന്നും വേണ്ട, ഫുഡ് വേണ്ട, ഒന്നും വേണ്ട. അവിടെ മേലെ പോയി കഴിഞ്ഞിട്ടല്ലേ അതന്നെ വേണ്ടു. അതുകൊണ്ട് ഈ കാര്യത്തിൽ എൻ്റെ എനിക്കൊന്നും പറയാനാവില്ല. ശരിക്കും ഞാൻ മോനന് അച്ഛന് രണ്ടാളൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് റിക്വസ്റ്റ് ചെയ്തു. ആ സമയത്ത് ഒരു 8:30 9 സംതിങ് ആയിപ്പോയി. പിന്നെ ഷോപ്പ് എല്ലാം പകുതി വരെ ക്ലോസ് ചെയ്തതാണ്. സോ എൻ്റെ സാധനമൊന്നും കിട്ടിയിട്ടില്ല ഗൈസ്. ഞാൻ വിചാരിച്ചു ഒരിക്കൽ കയറിയിട്ട് പെട്ടെന്ന് വാങ്ങിയിട്ട് വരാം, പക്ഷെ എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ലാസ്റ്റ് എൻ്റെ മോനെ മേലെ കണ്ടു, പക്ഷെ എൻ്റെ മോനക്ക് വഴി തീരുന്നില്ല ശരിക്കും എങ്ങോട്ടാണ് പോകേണ്ടത്. അതുകൊണ്ട് എൻ്റെ മോനെ ഇങ്ങോട്ടും അങ്ങോട്ടും കളിക്കുന്നുണ്ടേനോ. സോ ഫൈനലി നമ്മൾ മേലെ പോകാൻ നോക്കുന്നുണ്ട്. മേലെ പോയി ദെൻ എൻ്റെ മോനെ കിളി നോക്കണം ഗൈസ്. ഭയങ്കരമായിട്ട് കിളി ഉണ്ടായിരുന്നു. പിന്നെ വേറെ ഒരു കാര്യമാണ്, ഞാൻ കുറേ ആയി മട്ടന്നൂർ ലിങ്ക്സ് മാല പോയിട്ട്. ശരിക്കും ഗൈസ് നല്ല മാറ്റമുണ്ട്. അത്ര നമ്മൾ അത്രയ്ക്ക് ചേഞ്ചസ് കണ്ടിട്ടില്ല. പുതിയ ഷോപ്പെല്ലാം വന്നിട്ടുണ്ട്. അവിടെ കയറാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ആ സമയത്ത് നമ്മൾ പോകുമ്പോഴത്തേക്ക് എല്ലാം കൂടി ക്ലോസ് ആയി. സോ അതുകൊണ്ട് ഒന്നും നടന്നിട്ടില്ല. മോനെ കുറേ സമയം അങ്ങനെ കളിക്കണം പറഞ്ഞിട്ട് തുള്ളി കളിക്കുന്നുണ്ട്. അത്രയ്ക്ക് സന്തോഷമാണ്. മോനൻ്റെ സന്തോഷം നോക്കിയിട്ട് നമുക്ക് ഭയങ്കരമായിട്ടൊരു ഹാപ്പിനെസ് തോന്നുന്നത്. സോ ഒരു ഫാമിലി ടൈം ശരിക്കും ഈ ഒരു ടൈമിൽ തന്നെ നമുക്ക് വേണ്ടത്. സോ വി ആർ ഹാപ്പി. മോനെ പോയി കുറേ സമയം കളിച്ചു. അവിടെ നിന്ന് കളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വിചാരിച്ചു ഏതെങ്കിലും നമുക്ക് പോയിട്ട് കുറച്ച് ഷോപ്പിംഗ് ചെയ്യാം. പക്ഷേ സാരമില്ല, അതൊന്നും നടന്നിട്ടില്ല. മോനെ അവിടെ തന്നെ ആയിപ്പോയതാണ്. നമ്മൾ കുറേ സമയം വിളിച്ചു, പക്ഷേ എൻ്റെ മോനെ കിളി നിർത്തുന്നില്ല. അവിടെ എക്സ്ട്രാ ശരിക്കും ടൈം ഇവർ കഴിഞ്ഞു, പക്ഷേ എൻ്റെ മോനെ വരുന്നില്ല. അത്രക്ക് മോനെ അവിടെ തന്നെ ആയിപ്പോയി. പിന്നെ അവിടെ ഒരുപാട് കുട്ടിയുണ്ടായിരുന്നു, അതുകൊണ്ട് എൻ്റെ മോനക്കൊരു മടി തോന്നുന്നില്ലേനോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അവിടെ പോകുമ്പോൾ കുട്ടി ആരും ഇല്ല, അതുകൊണ്ട് എൻ്റെ മോനൊക്കെ അവിടെ വരെ കളിക്കാൻ എങ്ങനെ അത്രക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ വേഗം വന്നു. പക്ഷേ ഈ പ്രാവശ്യം എങ്ങനെ ഉണ്ടായിട്ടില്ല, ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ നല്ല ടൈം സ്പെൻഡായി. നമ്മൾ സൺഡേ നല്ല രീതിയിൽ പോയി.
ശരിക്കും നമുക്ക് എങ്ങനെ വേണ്ടത് അതുപോലെ, നോ പ്രോബ്ലം. പിന്നെ മോനേൻ്റെ കളിയെല്ലാം നോക്കിയിട്ട് നമുക്ക് രണ്ടാളൊക്കെ ഭയങ്കരമായിട്ട് ഹാപ്പിയായി. പിന്നെ സോ ഗൈസ്, എൻ്റെ മോനൻ്റെ കളിക്കാനെല്ലാം കഴിഞ്ഞ് ശരിക്കും മതിയായിട്ടില്ല. നമ്മളെ വിളിച്ചിട്ടാണ് പോകുന്നത്, പക്ഷെ ബിക്കോസ് സമയമായിനേനു. പിന്നെ ക്ലോസിങ് ടൈമായി, ഒരുപാട് ആൾക്കാർ പോയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകുന്ന ഗൈസ്. ടൈം നോക്കൂ, ഒരു 10:37 ഉണ്ട്.